അവിടെ ഇവിടെയല്ലേ ജഗൻ താമസിക്കുന്നത്? ആരാ? ജഗൻ, ജഗന്നാഥൻ, ജഗ്ഗു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ നയൻ, നയൻ താരാദേവൻ. ദാറ്റ്സ് മൈ നെയിം. മോളുടെ പേരെന്താ? മോളോ? എവിടുന്നാ? ഒരുപാട് ദൂരെന്നാ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്കറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്. മോളെന്നല്ല, ഉണ്ണിമായാന്നാ. ഓ സോറി. ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു, മോനു, കുട്ടി, അങ്ങനെയൊക്കെയല്ലേ വിളിക്കൂ? എനിക്ക് മരി സ്റ്റൈലൊന്നും അറിയില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ജഗൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? ആ കുട്ടി വിചാരിക്കും ഞാൻ തന്നെ ഉമ്മ വയ്ക്കാന്ന്. അങ്ങനെ ചെയ്യാതെ എങ്ങനെ തോന്നുന്നു? നീ വിട്ടാലല്ലേ മാറാൻ പറ്റൂ. എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ല. വാട്ട് എ സർപ്രൈസ് മാൻ. എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഈസി മാൻ, ഈസി. ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ ഞാനിപ്പോ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. എനിക്കൊരു ESP ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അബ്സല്യൂട്ട്ലി അലോൺ. അതെ, ആ വണ്ടിയുടെ അകത്തുനിന്ന് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ. ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും. ഓ ഐ ആം സോറി. ഹെൽപ്പ് മീ യാർ. എന്റെ ബാഗേജസ് ഒക്കെ ഒന്ന് എടുക്കാൻ. നയൻ, ഇത് ഉണ്ണിമായ. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇത് നയൻതാര, എന്റെ ഫ്രണ്ടാ, ബാംഗ്ലൂരിൽ നിന്ന്. ചായ? ഒരു ചായ കിട്ടുമോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കേ. എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. എന്താണൊരു വേഷം പത്രാസും? തമ്പുരം പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഞാനിപ്പോ കൊടുത്തേനെ കട്ടൻ കാപ്പി. വന്നോ? ആരാ വന്നേ? ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. 1 ബ്ലാക്ക് കോഫി പ്ലീസ്. എന്ന് വെച്ചാ മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണ ഒരു ഇളക്കക്കാരിയെ. അതുപോലെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. എന്ത് പറ്റി ഈ കുട്ടിക്ക്? പ്രാന്ത്. കാലിന്റെ പെരുവരിൽ നിന്ന് അരിച്ചു കേറുന്നുണ്ട് എനിക്ക്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പറയണില്ല. കാലം മറന്നിട്ട എന്തൊരു മഹാനു. ലോങ് ഡ്രൈവിന്റെ ക്ഷീണം ഇപ്പോഴാ മാറിയത്. ഇയാള് ഞാൻ സമ്മതിച്ചു. ഒരക്ഷരം മിണ്ടാതെയല്ലേ മുങ്ങിയത്. ഇവിടെ അങ്ങ് സുഖിച്ചു കൂടിയിരിക്കല്ലേ. എങ്ങനെയുണ്ട് എന്റെ കൂലകം? റിയലി ഗ്രേറ്റ്. തന്റെ ആർക്കിയോളജി ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലമാണ്. കുഴിമാന്തി നോക്കിയാൽ വല്ലതും കിട്ടും. വല്ല ചെമ്പുതകടോ മൺപാത്രോ. നോ, ഞാൻ ഇതിനെ വളരെ റൊമാൻറ്റിക് ആയി അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ്. കൂടുതൽ ആളുകൾ ഒന്നും പാടില്ല. ഒരാണും ഒരു പെണ്ണും. നീ കോൾഡ് പിടിപ്പിക്കാതെ കേറി വൻ തല തോർത്ത്. തോർത്തി തരുമോ? ഇനി വാ. ഞാൻ കുളിക്കാൻ വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്തെ കടയിൽ കുളിച്ചോളാം. വേണ്ട, ഇവിടെ കുളിച്ചോളൂ. കുളിച്ചോളൂ ഉണ്ണിമായ. എന്റെ സ്വഭാവം മഹാ ചീച്ചേട്ടോ. ചുമ്മാ പാവം. ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ, ഒരു മൈസ്ട്രോവിന്റെ കയ്യിന്ന്. ജനറേഷൻസ് പഴക്കമുള്ള പീസാ. കണ്ടപ്പോ ജഗനെ ഓർത്തു. ചോദിച്ച വില കൊടുത്ത് വാങ്ങി. താങ്ക്സ്. മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി പ്രാക്ടീസ് തുടങ്ങണം. എവിടെ സമയം തമ്പുരാന്? ഉത്സവം നടത്തലും അമ്പലം റെനോവേഷനും ഒരുപിടി ജോലികളില്ലേ? അതൊരു സുഖം. സിത്താർ വായനേക്കാളും വലിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജഗൻ, എനിക്ക് തിരുവാതിരക്കളി ലൈവായിട്ട് കാണണം. ഞാൻ പഠിച്ചിട്ടില്ല.
നിർബന്ധമാണെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം. Hey, I'm serious. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഉണ്ണിമായോട് പോയി ചോദിക്ക. ആരാത്? ആ ഉണ്ണിമായ. ആ ഇവിടെ വാ. ആ ഇവിടെ വരൂ. ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു കാല് തട്ടി. ആ ഉണ്ണിമായുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഉണ്ണിമായ, എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു. ജഗൻ പറയുന്നു ഉണ്ണിമായോട് ചോദിക്കാൻ. ഈ മിഥുനത്തിലോ? തിരുവാതിര ധനൂല. അപ്പൊ വന്നാ കാണാം. അപ്പൊ പോരാ, എനിക്ക് ഇന്ന് കാണണം. ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട്. ഒക്കെ ശരിയാ, പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം. ഓരോന്നിനും ഓരോ നേരം കാലമൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ ജാടയാണ് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ. പാവത്തിന്റെ ഒരു ആഗ്രഹമല്ലേ. വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം. ഉണ്ണിമായ വിചാരിച്ച നടക്കും. എല്ലാരും പൊയ്ക്കോളൂ, അത്രയും മതി. അയ്യോ, നല്ല സ്റ്റൈലായിട്ട് വന്നപ്പോഴാ. എന്തിനാ നിർത്തിയേ? നേരം കുറച്ചായി. ഇവരെയൊക്കെ വീട്ടിൽ തിരക്കും. ഇവരൊന്നും ഈ തൊഴിലും കൊണ്ട് നടക്കണവരല്ല. കൊതി മാറാൻ മാത്രം കണ്ടില്ലേ? ആ പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ. ബംഗളൂരിൽ നിന്നൊരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക. ശിവശിവ, തൊഴുതും ഇടിക്കേ. തന്റെ ഇടം തന്നെയാണേ. ഇത് തന്റെ ഇടമൊന്നുമല്ല, തല്ലുള്ളിത്തരം. കാശിന്റെ ഉങ്ക കുഴഞ്ഞാട്ടക്കാരിയുടെ. നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസർഗം ഉണ്ടാവില്ലല്ലോ. എങ്കടാ? അതെ, മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാൻ പോവുക. എന്താ പോരണോ? ഇത്തിരി കുശുമ്പില്ലേ വാക്കിലെന്നൊരു സംശയം ഉണ്ടാവണല്ലോ. വർഗം പെണ്ണല്ലേ. ശിവ ശിവ.